എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഈ പുതുവർഷത്തിൽ നമ്മളുടെ പുതിയ വീഡിയോകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പുതിയ ക്യാമറയിലായിരിക്കും. എടാ നിങ്ങൾ ഈ സോഫയിൽ എഴുതേക്കാതെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഇല്ല. നിങ്ങൾ ഏത് ക്യാമറ ഉപയോഗിച്ചിട്ട് എന്താ കാര്യം അല്ലേ? ക്യാമറയെ പറ്റി പറ. ക്യാമറ ഏത് ക്യാമറയായിരുന്നു? പുതിയ ക്യാമറയുടെ പേര് ലുമിക്സ് S1R2. ഓക്കെ. ഇത്രയും കൂടി ക്യാമറ ഈ വീഡിയോ. അതെ അതെ. എടാ നിങ്ങൾ ഈ ഇരുന്ന് കൊടയടിക്കുന്ന വീഡിയോ എടുക്കുക എന്തിനാണ് ഇത്ര കൂടി ക്യാമറ ഒക്കെ വാങ്ങിക്കുന്നത്? മൊബൈൽ വെച്ചെടുത്താലും ഓക്കെ അല്ലേ? ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ മൊബൈലിൽ അങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു. ഇദ്ദേഹം ലുമിക്സിന്റെ ക്യാമറ ഉപയോഗിക്കുന്ന കേരളത്തിലെ വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ്. അതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. അതെ അതെ. അപ്പോൾ നമുക്ക് തുറക്കാം. പുതിയ വർഷത്തിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. നമ്മുടെ തളപതിയുടെ അവസാനത്തെ പടവും അല്ലേ? നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയും തളപതിയുടെ അവസാനത്തെ പടവുമാണ്. ജനനായകൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ റിയാക്ട് ചെയ്യാം. ഈ പടത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് റൂമറുകളുണ്ടല്ലോ. അതായത് റൂമർ എന്ന് പറയാൻ പറ്റില്ല, അറിയാവുന്ന ചില റീമേക്ക് ആണ്. അതായത് ഇപ്പോൾ ഭഗവത് കേസിന്റെ റീമേക്ക് ആണോ അല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ അതുപോലെ ശരിക്കും ഈ പടം കഴിഞ്ഞ് പുള്ളി നിർത്തുമോ എന്നുള്ള ചോദ്യം അത് കൺഫേം ചെയ്തു. അപ്പോഴും എല്ലാവരുടെ മനസ്സിലുണ്ട് ഇനി എന്തെങ്കിലും കാരണത്താൽ തിരിച്ചു വരുമോ എങ്ങാനും. അങ്ങനെ അങ്ങനെ അറിയാലോ. കംപ്ലീറ്റ്ലി സിനിമ വിട്ട് അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും കാരണത്താൽ തിരിച്ച് എവിടെ എന്തെങ്കിലും വരും, എപ്പോഴായാലും വരും. ഉടനെ കാണത്തില്ല ഉണ്ടാകത്തുള്ളൂ. ഗ്യാപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും. വരാതിരിക്കത്തില്ല. എവിടെ പോകാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊരാൾ തിരിച്ചു വന്നു. അതെ 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 അതെ. അതായത് നമ്മള് തളപതിയുടെ പടം ട്രെയിലർ റിയാക്ട് ചെയ്യുമ്പോൾ തളപതി വെറിയറായിട്ട് ഒരാൾ വേണം. അതിൽ റൂമേഴ്സ് ഉണ്ടായിരുന്നു തിരിച്ചു വരുമോ ഇല്ല. ഇതെല്ലാവരും തിരിച്ചവരുടെ കാലമാണല്ലോ. അവര് തിരിച്ചു വന്നു. നാളെ പോവും. അടുത്ത വീഡിയോ പോലും ഇല്ല, ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളു. അപ്പൊ നമുക്ക് ജനനായകന്റെ ട്രെയിലർ കാണാം. പോക്ക് തളപതി വെട്രിക്കൊണ്ടാൻ TVK ഓ മോനെ റെക്കോർഡ് വിജയല്ലേ? അല്ല, കേസരി തന്നെ അല്ലേ? சம்பவம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்கக்கூடாது. கேசரி 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 இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கு கைது கொடுங்க. பாயிட்டாலே என் பொண்ணை தொட சொன்னவன் யாரு? யாரு? ആ സീനിൽ പുള്ളി മറ്റേ ലോറിയിലായിരുന്നു. ഓ ബോബിഡികള് വില്ലന്റെ ക്യാരക്ടറിനകത്ത് മാറ്റമുണ്ട് കാരണം. ஏதோ பெருசா ஒன்று அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கும். மக்களுக்கு நல்லது பண்ற நீதிக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. ഇന്റർവൽ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും പടത്തില്. ഭഗവത് കേസരിലെ രക്തത്തെ കുടിക്കുക. ஐயோ பிள்ளைங்களும் நினைக்கிறாங்க அவங்க ஜெயிக்க கூடாது. സത്യൻ സൂര്യൻ இப்போ கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில் அறையும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எப்பாடா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. I am coming. ഫ്രഷ് മറ്റേ ഡയലോഗ് പറയുന്നല്ലേ, ഐ ഡോണ്ട് കെയർ. എന്തോ അയൺമാനോ?
മോനെ അണ്ണൻ ഈ ആൾക്കാരെയൊക്കെ ഇടിച്ചു മടുത്തപ്പം എന്നാൽ റോബോട്ടുമായിട്ടൊരു ഫൈറ്റ്. അവർക്കും രക്ഷകനെ വേണ്ടേ. അല്ല, തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാൻ കേസരിയുടെ റീമേക്ക് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എച്ച് വിനോദ് പറഞ്ഞ ഡയലോഗുണ്ട്, തളപതി പടം. ഇതൊരു തളപതി പടമാണ്. ശരിയാണ്, ഇത് തളപതി പടമാണ്. കാരണം തളപതി അഭിനയിക്കുന്ന പടമാണല്ലോ. അന്തർത്ഥത്തിലെ ശരിയായിരുന്നു. അങ്ങനെ കറക്റ്റാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഭഗവാൻ കേസരിയുടെ എലമെന്റ് ഇവർ ഫസ്റ്റ് ഹാഫിലായിരിക്കും കൂടുതൽ ഉപയോഗിക്കാൻ പോണത്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു പുതിയ പരിപാടിയായിരിക്കും. പുതിയതൊന്നുമല്ല, അല്ല, വില്ലനെ കുറച്ച് മാറ്റമുണ്ട്. അതായത് വില്ലനെ കുറച്ച് മാറ്റില്ല, വില്ലന്റെ ക്യാരക്ടറിന് നല്ല രീതിയിൽ മാറ്റമുണ്ട്. ഇത്രയും പരിപാടികളൊന്നും ആ പടത്തിലില്ല. അത് കുറച്ചുകൂടെ എന്താ, അതിൽ ഈ വളരെ കുറച്ച് കത്തികളേ ഉള്ളൂ. അതായത് ബാലയുടെ സിനിമ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ കുറച്ച് കത്തിയുള്ളൊരു പടമാണ് ഏത്, ഈ ഭഗവത് കേസരി. നമ്മൾ കാണാൻ ചെല്ലുമ്പോഴും പുള്ളി മറ്റേ ഈ അഖണ്ഡയിലും മറ്റേ ഏതായത് വീരസിംഹ റെഡ്ഡിയിലൊക്കെ കാണിച്ചാൽ അത്രയും ലെവല് പരിപാടികളൊന്നുമില്ല. കുറച്ചുകൂടെ ഇങ്ങനെ ഒരു ടോൺ ഡൗൺ വേർഷൻ ആയിരുന്നത്. സ്റ്റിൽ അതിനകത്തുണ്ട്. ശൂലത്തിന്റെ അറ്റത്ത് 10 പേരുണ്ട്, ഇതിനകത്ത് 2 പേരേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇല്ലാത്ത ശൂലം ഇല്ല. അതാണ് എന്റെ അഡ്വാൻറ്റേജ്. ഇതിനകത്ത് ശൂലം ഇല്ല. പുള്ളി പകരം മറ്റേ സ്ക്രാപ്പിൽ നിന്നൊക്കെ എന്തോ ഒരു സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു വടി ഉണ്ടാക്കി വെച്ച് അടിക്കുന്നത്. അതിനകത്ത് അത് തന്നെ ഇതിനകത്ത് മറ്റേ വിജയ് മറ്റേ ആ ഒരു വാളും കൊണ്ട് വരുന്നില്ല, ആ സാധനം, ആ സീക്വൻസ് ആണെന്ന് തോന്നുന്നു. അതിൽ പുള്ളി വരുന്നത് മറ്റേ ലോറി ജമ്പ് ചെയ്ത് ആ ലോറി ഏറി നിന്ന് പൊളിച്ച് അതിനകത്തുനിന്ന് പുള്ളി മറ്റേ ഒരു ഷാൾ ഇട്ടൊരു റോപ്പിൽ തൂങ്ങിയൊക്കെ വരും. കേൾക്കുമ്പോ തന്നെ ഇവിടെ വിജയുടെ മറ്റേ ഒരു ബൈക്കിൽ കറക്റ്റായിട്ട് വന്ന് ലാൻഡ് ആവുമായിരിക്കും. കുറച്ചുകൂടെ അതിനെ നമുക്ക് ബിലീവബിൾ ആക്കുന്ന രീതി ചെയ്യും. പക്ഷെ ഇവിടെ അവർ ചെയ്യാൻ പോണത് എനിക്ക് മനസ്സിലായത് ഈ വിജയ് അല്ലെങ്കിൽ വിജയുടെയും അമിതാഭ് ബച്ചൻ്റെയും ഒക്കെ സീക്വൻസ് കംപ്ലീറ്റ്ലി ആ ഭഗവത് കേസരിയുടെ ലൈനായിരിക്കും. പക്ഷേ ഇപ്പൊ വില്ലനും ഇവരുടെ കോൺഫ്ലിക്റ്റ് ഒക്കെ പുതിയതായിരിക്കും. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് മൊത്തം ഭഗവത് കേസരി ലൈനും സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്. അത് മകളല്ല, പുള്ളിയുടെ മകളല്ല, പുള്ളി വളർത്തുന്ന. അപ്പൊ ഇൻട്രോ സീക്വൻസ് ജയിലിലായിരിക്കും, വിജയുടെ ജയിൽ കൈദിയാണ് പുള്ളി. അപ്പൊ ഇൻട്രോ സീക്വൻസ് അവിടെ ആയിരിക്കും. അപ്പൊ പുള്ളിയുടെ ജയിലുണ്ടാകുന്ന മറ്റേ വാർഡന്റെ സൂപ്രണ്ടോ എന്തോ ആയിരുന്നു, പുള്ളിയുടെ മകളാണ്. ഈ കഥ ഭഗവത് കേസരിയുടെ കഥയാണ്. അപ്പൊ ആ പടം കാണാത്തവർക്ക് ശരി, അത് പടം കാണാത്തവർക്ക് സ്പോയിൽസ് ആയിരിക്കുമല്ലോ. സോറി ഗൈസ്, ക്ഷമിക്കുക കേട്ടോ. ഭഗവത് കേസരി ഇനി കാണണമെന്നില്ല, നിങ്ങൾ ഇത് കണ്ടാൽ മതി. കുറച്ച് ബെറ്റർ വേർഷൻ ആയിരിക്കും. എങ്ങനെയാ വെച്ചാൽ ഇപ്പം അത് ബെറ്റർ ആക്കി എടുത്തില്ലെങ്കിൽ പിന്നെ എച്ച് വിനോദിനെ എന്ത് ചെയ്യാൻ അല്ലേ. അല്ല, വിജയുടെ റീമേക്കുകളെല്ലാം ബെറ്റർ ആയിട്ട് തന്നെ. അതെ, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതും ഒരു ബെറ്റർ വേർഷൻ ആയിരിക്കും തോന്നുന്നു. കാര്യം അതിനകത്ത് ഭഗവത് കേസരിലെ വില്ലന്റെ ക്യാരക്ടറൊക്കെ കുറച്ച് നോർമൽ ജനറിക് പരിപാടി, വലിയ സംഭവം ഒന്നും വലിയ റോളൊന്നും ഇല്ല. അത് അർജുൻ റാംപാൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് കാണുമ്പോൾ കൊള്ളാൻ തോന്നിയില്ല. ക്യാരക്ടർ വൈസ് ഭയങ്കര ശോകം ക്യാരക്ടറൊക്കെ തന്നെ, സ്ഥിരം വന്നിടി കൊണ്ട് മരിച്ചു. അല്ല, അതെല്ലാം പെട്ട അവസാനം മറ്റേ ഹ്യൂമനോടൊക്കെ നമ്മൾ അതായിരിക്കുന്നു. ഇതിനകത്ത് മറ്റേ പട്ടാളം വരുന്നു, മറ്റേ വലിയ യുദ്ധമാണ് കാണിക്കുന്നത്. യുദ്ധം ഇനി ഇന്ത്യയുടെ മിലിറ്ററി വളരെ അഡ്വാൻസ്ഡ് ആയെന്ന് വല്ലതും പറയുമ്പോൾ സംഭവം അത് വില്ലൻ നടക്കുന്നതായിരിക്കും. ഏതായാലും ഫൈറ്റ് ചെയ്യുന്ന മിലിറ്ററി വെഹിക്കിൾ അല്ലേ? ആ മിലിറ്ററി വെഹിക്കിൾ ഉണ്ട്. അതാ പറഞ്ഞ അണ്ണൻ ഓപ്പോസിറ്റുകാരാണല്ലോ ഈ റോബോട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോഴേ ഒരുപാട് പടത്തിലെ ലുക്കില്ലേ, ഇത് നമുക്ക് രാത്രി പുറത്തിറങ്ങിയാൽ കാണുന്ന സംഭവങ്ങളൊന്നുമല്ല. ഭയങ്കര സ്റ്റൈലാസ് ആയതുകൊണ്ട് ഈ റോബോട്ട് അതൊക്കെ വരുമ്പം അതിനകത്ത് ഫിക്സ് ആവുന്നുണ്ട്. അല്ല, ഈ നോർമലായിട്ട് എടുത്തൊരു പടത്തിനകത്ത് ഈ റോബോട്ടൊക്കെ പെട്ട് വരുമ്പോൾ എന്താണ് അത് വേറെ ലോകത്ത് പോയെന്നൊക്കെ തോന്നി. ഇപ്പം ആ ലോകത്ത് നടക്കുന്നിട്ട് അതെ, ഈ ലോകത്ത് നടക്കും, എന്ത് നടക്കും, ആ യൂണിവേഴ്സിൽ എന്ത് നോക്കിയാൽ ഭയങ്കര കളർഫുൾ. അതും ഇതുണ്ട്. അവന്റെ തോക്കൊക്കെ ഇരിക്കുന്ന പുള്ളി ഇരിക്കുന്നുണ്ട്, വളരെ അറേഞ്ച് ചെയ്ത തോക്കുകൾ. അല്ല, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പുള്ളിയുടെ അവസാന സിനിമ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബ്രാൻഡ് ഉണ്ടാക്കാൻ, അതായത് ഓഡിയൻസ് ഇപ്പൊ കാണാൻ വരുന്ന മെജോറിറ്റി ഓഫ് ഓഡിയൻസിനും പുള്ളിയുടെ അവസാന സിനിമ എന്നുള്ള രീതിയിൽ കാണാം. അപ്പൊ ഈ സിനിമയെ ഭയങ്കരമായിട്ട് ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്യാനോ അങ്ങനെ പോകുന്നില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ കളക്ഷനാണ് അറിയേണ്ടത്. ചുമ്മാ രസം നല്ല ഇതുണ്ടാവും. കാര്യം ഇവിടെ തന്നെ നല്ലപോലെ, കേരളത്തിൽ നല്ലപോലെ ഉറപ്പായിട്ടും നല്ല. അത് ചുമ്മാ ഇങ്ങനെ ആള് ഒരേ കളക്ഷൻ ഒന്നും കാര്യമില്ല പടം അങ്ങനെ. പക്ഷെ എന്നാലും ഒരു രസം ഇതൊക്കെ കേൾക്കുന്നത്. അല്ല, അത് അറിയാലോ. ഇപ്പൊ ഈ സിനിമയുടെ ഉദ്ദേശം തന്നെ ഈ പുള്ളിയുടെ ആരാധകർക്ക് അവസാന പടമാകുമ്പോൾ അതിനെ മാക്സിമം എന്റർടൈൻഡ് ആയിട്ട് തിയേറ്റർ ഇട്ട് പോകണം. അപ്പൊ ഈ പറയുന്ന പോലെ തളപതി കച്ചിരി എന്ന് പറഞ്ഞ പാട്ടായിട്ട് അവസാനമാണെന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ആ പാട്ട് കഴിഞ്ഞ് പുതിയ പാട്ട് ഇപ്പൊ ഉണ്ടല്ലോ, നേരത്തെ റിലീസ് ആയതാണ്. ഇപ്പൊ ഈ ട്രെയിലറിനകത്ത് ഒരു പാട്ട് കേട്ടല്ലോ. ഇല്ല, അത് ഇറങ്ങിയിട്ടുണ്ട്. ഓഡിയോ ലോഞ്ച് നടന്ന സമയത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ജാനുവരി 9 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ഇദ്ദേഹം കാണുന്നില്ലായിരിക്കുമല്ലോ. നിങ്ങൾ പിന്നെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നോക്കിയില്ല ടിക്കറ്റ്. അന്ന് ഓഫീസുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട്. അതെ, ഓഫീസാണോ മുഖ്യം? ഓഫീസൊക്കെ നാളെ എന്ത് ഓഫീസ്? അന്ന് ഞാൻ ലീവാണ് അല്ലേ. അന്ന് ലീവ് എടുത്ത് പുള്ളി ഫസ്റ്റ് വർഷം പടം കാണാൻ പോകുന്ന ആളാണ്. അപ്പം നമുക്ക് പടത്തിന്റെ ഡിസ്കഷൻ വീഡിയോ നമ്മൾ ഏതായാലും ഒരു ദിവസം കഴിഞ്ഞേ ചെയ്യത്തുള്ളൂ. കാര്യം നമുക്ക് രണ്ടുപേരും പറഞ്ഞു അഭിപ്രായം ചോദിച്ചില്ലേ? അതെ, നിന്റെ തന്നെ നമുക്കെന്ത് വിജയനെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ.
അപ്പോൾ ബേസിക്കലി അതാണ് പുള്ളിയുടെ ഇപ്പൊ എന്തായാലും നമുക്ക് തിയേറ്ററിൽ നിന്ന് കൈയടിക്കാനുള്ള അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഗോട്ട് വരെ അങ്ങനെയാണ് നമ്മളിവിടെ ഓടുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഗോട്ടിൽ എനിക്ക് നല്ല രീതിയിൽ സങ്കടം തോന്നി. കാരണം അവസാനം 3 പടമെന്ന് അനൗൺസ് ചെയ്തിട്ട് അതിന് മുമ്പ് ഏതായിരുന്നു? ലിയോ. ലിയോ എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അതൊരു നീറ്റ് പടം. ലിയോ ആണ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ്. ഞാൻ ബാക്ക് ടു ബാക്ക് 2 ഷോ കയറി കണ്ടത് തിയേറ്ററിൽ. അപ്പോൾ അത്ര എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സിനിമ വയസ്സ് നോക്കുമ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്റ്റിൽ അതിനൊരു ഇത് കാണാൻ കുറച്ച് രസകരമായ സംഭവങ്ങളുണ്ട്. പക്ഷെ ഗോട്ട് എനിക്ക് ഒരു തരത്തിലും ഒരു സാധനം ഇല്ല, ചുമ്മാ വളിപ്പ് പടം. അപ്പം അതുവരെ ഓടിയില്ല ചിലപ്പോ രണ്ടിന്റെയും അത് തന്നെ ആ സിനിമ വരെ ഭയങ്കര ഹിറ്റാണ്. അപ്പോ അത് നോക്കുമ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ആയിരിക്കും. അത് ഉറപ്പായിട്ടും ഇതിന് മാറ്റി നിർത്തിയാലേ ഇപ്പം നല്ലൊരു 3 പടം കൊണ്ട് അങ്ങനെ സെൻഡ് ഓഫ് പോലെ ആയില്ലല്ലോ എന്നുള്ളൊരു ഇത് വരും. ഗോട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി ഒരു 10 വർഷത്തിന് ശേഷം ആളുകൾ വിജയ് അണ്ണന്റെ ഗോട്ടൊന്നും എടുത്ത് കാണാൻ ഇപ്പോഴും മറ്റേ പഴയ പടങ്ങളൊക്കെ എടുത്ത് കാണത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് എനിക്ക് ഗോട്ടിനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ തുപ്പാക്കിയൊക്കെ ഇപ്പോഴും ആളുകൾ കാണാറുണ്ട്. തുപ്പാക്കി, കത്തി, ലിയോയും കാണുന്നുണ്ട്. ഇന്ന് ലിയോ ഉണ്ടായിരുന്നല്ലോ, ലിയോ കണ്ടോണ്ടിരിക്കും. അതിലും പഴയ ഇപ്പൊ സച്ചിൻ അതും ഒക്കെ. പക്ഷെ അങ്ങനെ ഒരു ഇതിലേക്ക് ഗോട്ടൊന്നും എത്തത്തില്ല. ഗോട്ടൊക്കെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. പുള്ളിയുടെ കരിയർ ഈ ഫിലിമോഗ്രഫിയിൽ ഇഗ്നോർ ചെയ്ത് വിടേണ്ട പടങ്ങൾ അതൊക്കെ. അങ്ങനെ നല്ല ഇപ്പം പിന്നീട് റീവാച്ചബിലിറ്റി ഉള്ള 3 പടങ്ങളെ കൊണ്ട് ഇന്ത്യ. ഇപ്പൊ ഇതേതായാലും നമ്മൾ FTFS തിയേറ്ററിൽ പോയി കാണുന്നു, ആസ്വദിക്കുന്നു, തിയേറ്റർ വൈബ് എൻജോയ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പടമാണ്. അണ്ണനൊരു യാത്രയൊക്കെ കൊടുക്കുന്നു. കഥ